Dear students, welcome to the class of Fluid Mechanics and Hydraulics. In this class, we will discuss some problems on hydraulic jump. ആദ്യം പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായ ഇക്വേഷൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ഡെപ്ത് റിലേഷൻ ഓഫ് ഹൈഡ്രോളിക് ജമ്പ്. y2 is equal to minus y1 by 2 plus square root of y1 by 2 whole square plus 2q square divided by gb square into y1. ഈ റിലേഷൻ എന്ന് പറയുന്നത് y2 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് ആണ്. y1 എന്ന് പറയുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ്. ഓക്കെ, നമുക്ക് y1 അറിയെങ്കിൽ y2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൽ q എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആണ്, b എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ചാനലാണ്, g ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ക്വസ്റ്റ്യനിൽ y1 തന്നിട്ടുണ്ടാവും, അതേപോലെ q b വാല്യൂസൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് y2 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അടുത്തത് അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്സ്ട്രീം സെക്ഷൻ എന്ന് വെച്ചാൽ ബിഫോർ ഹൈഡ്രോളിക് ജമ്പ്, ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നതിന് മുമ്പേയുള്ള സെക്ഷൻ, അവിടെയുള്ള ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ഇക്വേഷൻസ് ഒക്കെ പറയുന്നത് റെക്റ്റാങ്കുലർ ചാനലിൻ്റെ കേസിലാണ്, പ്രിസ്മാറ്റിക് റെക്റ്റാങ്കുലർ ചാനൽ വിത്ത് ഹൊറിസോണ്ടൽ ബെഡ്, അതിൻ്റെ കേസിലാണ് ഈ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ ഡിറൈവ് ചെയ്തത്. ഇനി അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് FR1 is equal to V1 by root G Y1. V1 എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 അപ്സ്ട്രീം സൈഡ്. ഇതിൻ്റെ ആവശ്യം, അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുക എന്ന് വെച്ചാൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ സബ് ക്രിട്ടിക്കൽ ഫ്ലോയിലോട്ട് ചേഞ്ച് ചെയ്യുന്ന സമയത്ത്, മീൻസ് അപ്സ്ട്രീം സൈഡിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമേ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുന്നുള്ളൂ. ക്വസ്റ്റ്യനിൽ ഡാറ്റാസ് തന്നിട്ട് അപ്സ്ട്രീം സൈഡിൽ കണ്ടീഷൻ നമുക്ക് ചെക്ക് ചെയ്താൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, അതിൽ ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടി പറ്റും. ചിലപ്പം ക്വസ്റ്റ്യനിൽ ചോദിക്കും ഗിവൺ ഡാറ്റാസിന് ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യോ ഇല്ലയോ എന്നായിരിക്കും കണ്ടുപിടിക്കാൻ വേണ്ടി പറയുന്നത്. ആ കേസിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എന്തായിരിക്കും, അപ്സ്ട്രീം ഫ്ലോ എന്ന് പറയുന്നത് സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും, അതിൽ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവും. ഇനി അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ആണ് കിട്ടുന്നതെങ്കിൽ അപ്സ്ട്രീം കണ്ടീഷൻ എന്താണ്, സബ് ക്രിട്ടിക്കലാണ്, അല്ലെങ്കിൽ അവിടെ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആണ്. ആ കേസിൽ എന്തുണ്ടാവില്ല, ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവില്ല. അതാണ് ഈ അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ കണ്ടുപിടിക്കുന്നതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. പിന്നെ എനർജി ലോസ് ഡ്യൂ ടു ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ ഡിറൈവ് ചെയ്തതാണ്. HL is equal to y2 minus y1 whole cube divided by 4 times y1 y2. First question, the depth of flow of water at a certain section of rectangular channel of 4 meter wide is 0.5 meter. The discharge through the channel is 16 meter cube per second. If a hydraulic jump takes place on downstream side, find the depth of flow after the jump. ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ്, അതായത് y2 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഗിവൺ വാല്യൂസ് നോക്കാം. വിഡ്ത്ത് ഓഫ് ദി ചാനൽ തന്നിട്ടുണ്ട് b 4 മീറ്റർ, ഡിസ്ചാർജ് 16 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, പിന്നെ ഇനീഷ്യൽ ഡെപ്ത് ബിഫോർ ഹൈഡ്രോളിക് ജമ്പ് തന്നിട്ടുണ്ട് y1 is equal to 0.5 മീറ്റർ. ഞാനിനി ഡെപ്ത് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് y2 വെച്ച് ഡിനോട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്താണ്, y2ൻ്റെ എക്സ്പ്രഷൻ അറിയാം, എല്ലാ വാല്യൂസും തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ഡയറക്റ്റ് എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. y1ൻ്റെ വാല്യൂ 0.5 ആണ്, ഡിസ്ചാർജ് 16 ആണ്, ജിൻ്റെ വാല്യൂ 9.81, അതുപോലെ ബിൻ്റെ വാല്യൂ 4 ആണ് തന്നിരിക്കുന്നത്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എത്രയായിട്ട് y2 is equal to 2.316 മീറ്റർ, അതായത് ഡെപ്ത് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, the depth of flow of water at a certain section of a rectangular channel of 2 meter wide is 0.3 meter. The discharge through the channel is 1.5 meter cube per second. Determine whether a hydraulic jump will occur, and if so, find its height and loss of energy. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമോ ഇല്ലയോ എന്നാണ്. മീൻസ് അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. അത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും, ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യും. ഓക്കെ, ഇനി അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ സബ് ക്രിട്ടിക്കൽ ഫ്ലോ ആയിരിക്കും, അതിൽ ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവില്ല. ആദ്യം അതാണ് കണ്ടുപിടിക്കേണ്ടത്, ഹൈഡ്രോളിക് ജമ്പ് ഒക്കർ ചെയ്യുമോ ഇല്ലയോ. ചെയ്യുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കണ്ടുപിടിക്കണം, അതിൻ്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം, ഹൈറ്റ് ഓഫ് ജമ്പ് കണ്ടുപിടിക്കണം, അതേപോലെ ലോസ് ഓഫ് എനർജിയും കണ്ടുപിടിക്കണം. ഗിവൺ വാല്യൂസ് ചാനൽ വിഡ്ത്ത് 2 മീറ്റർ,
ഡിസ്ചാർജ് 1.5 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്, ഡെപ്ത് ഓഫ് ഫ്ലോ ഇനീഷ്യൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് y1 വെച്ച് ഡിനോട്ട് ചെയ്യുന്നത് 0.3. Okay, hydraulic jump will occur if the depth of flow on upstream side is less than critical depth. That is supercritical flow. അല്ലെങ്കിൽ upstream Froude number is more than 1. Upstream Froude number expression എന്താണ്? FR1 is equal to V1 by root G Y1. ഓക്കെ, ഇപ്പം വെലോസിറ്റി അറ്റ് സെക്ഷൻ 1 കണ്ടുപിടിക്കണം. വെലോസിറ്റി എന്താണ്? ഡിസ്ചാർജ് ബൈ ഏരിയ അറ്റ് സെക്ഷൻ 1. ഏരിയ അറ്റ് സെക്ഷൻ 1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? B ഇൻറ്റു Y1. ഏരിയ ഓഫ് ഫ്ലോ എന്ന് വെച്ചാൽ റെക്ടാങ്കുലർ ചാനലാണ്. B ഇൻറ്റു Y1. സെക്ഷൻ 1 ആണെങ്കിൽ Y1. ഓക്കെ, എല്ലാ വാല്യൂസും അറിയാം. V1 എത്ര ആയിരുന്നത്? 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ 1.457. സിൻസ് അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ ഈസ് മോർ ദാൻ 1, flow is supercritical and hydraulic jump will occur. ഓക്കെ, ഇനി ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ജമ്പ് എന്ന് വെച്ചാൽ എന്താണ്? y2 മൈനസ് y1 ആണ്. ഇതാണ് ഹൈറ്റ് ഓഫ് ജമ്പ്. y1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി എന്ത് കണ്ടുപിടിക്കണം? y2 കണ്ടുപിടിക്കണം. y2 കണ്ടുപിടിക്കാനുള്ള റിലേഷൻ അറിയാം. ഡയറക്റ്റ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ y2 എത്ര കിട്ടുന്നത്? 0.486 മീറ്റർ. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഓഫ് ഹൈഡ്രോളിക് ജമ്പ് എന്താണ്? y2 മൈനസ് y1 ഈസ് ഈക്വൽ ടു 0.186 മീറ്റർ കിട്ടും. ഇനി ലോസ് ഓഫ് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? HL ഈസ് ഈക്വൽ ടു y2 മൈനസ് y1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ടൈംസ് y1 y2. ഓക്കെ, എല്ലാ വാല്യൂസും നോൺ ആണ്. എത്ര കിട്ടുന്നത്? 0.01106 മീറ്റർ. Third question, a sluice gate discharges water into a horizontal rectangular channel with a velocity of 6 meter per second and a depth of flow 0.4 meter. The width of the channel is 8 meter. Determine whether hydraulic jump will occur, and if so, find its height and loss of energy. Also determine power lost in hydraulic jump. തൊട്ട് മുമ്പിൽ ചെയ്ത സിമിലർ ക്വസ്റ്റൻ ആണ്. അഡീഷണൽ ആയിട്ട് കണ്ടുപിടിക്കേണ്ടത് പവർ ലോസ്റ്റ് ആണ്. ബാക്കി സ്റ്റെപ്സ് ഒക്കെ സിമിലർ ആണ്. ആദ്യം എന്ത് ചെയ്യണം? അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണ് നോക്കണം. സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ, അപ്സ്ട്രീം സൈഡിൽ സൂപ്പർ ക്രിട്ടിക്കൽ ഫ്ലോ ആണെങ്കിൽ എന്തുണ്ടാവും? ഹൈഡ്രോളിക് ജമ്പ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിലാണ് ബാക്കി പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഗിവൺ വാല്യൂസ് നോക്കാം. വിഡ്ത്ത് ഓഫ് ചാനൽ B 8 മീറ്റർ, V1 ഇനീഷ്യൽ ലൊക്കേഷനിലെ ഡെപ്ത് ഓഫ് ഫ്ലോ വെലോസിറ്റി തന്നിട്ടുണ്ട്. V1 6 മീറ്റർ പെർ സെക്കൻഡ്, ഡെപ്ത് ഓഫ് ഫ്ലോ 0.4 മീറ്റർ. ഓക്കെ, അപ്സ്ട്രീം ഫ്രൗഡ് നമ്പറിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. വെലോസിറ്റി ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്സ്ട്രീം ഫ്രൗഡ് നമ്പർ എത്രയായിട്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 3.028 മീൻസ് ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 1. അപ്സ്ട്രീം ഫ്ലോ ഈസ് സൂപ്പർ ക്രിട്ടിക്കൽ. അതുകൊണ്ട് എന്താണ്? ഹൈഡ്രോളിക് ജമ്പ് വിൽ ഒക്കർ. ഡിസ്ചാർജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താ മതി? Q ഈസ് ഈക്വൽ ടു A1 ഇൻറ്റു V1. ഏരിയ ഇൻറ്റു വെലോസിറ്റി ആയിട്ട് സെക്ഷൻ 1 കൊടുത്താൽ B ഇൻറ്റു y1 എന്ന് വെച്ചാൽ സെക്ഷൻ 1 ഏരിയ ആണ്. റെക്ടാങ്കുലർ ചാനൽ ആയതുകൊണ്ട് B ഇൻറ്റു y1 ഇൻറ്റു V1 ചെയ്താൽ ഡിസ്ചാർജ് കിട്ടി. എത്ര കിട്ടുന്നത്? 19.2 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് കിട്ടും. ഡിസ്ചാർജ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ ഡെപ്ത് ഓഫ് ഫ്ലോ അറ്റ് ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ചാർജ് വേണം. ഡെപ്ത് ഓഫ് ഫ്ലോ ആഫ്റ്റർ ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിച്ച് എത്ര കിട്ടുന്നത്? 1.525 മീറ്റർ കിട്ടും. ഇനി ഹൈറ്റ് ഓഫ് ജമ്പ് എന്ന് വെച്ചാൽ y2 മൈനസ് y1, അതായത് 1.125 മീറ്റർ. ഇനി ലോസ് ഓഫ് എനർജി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. y2 മൈനസ് y1 ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ 4 ടൈംസ് y1 y2 ചെയ്താൽ 0.5835 മീറ്റർ എന്ന് കിട്ടും. ഇനി പവർ ലോസ് കണ്ടുപിടിക്കണം. പവർ ലോസ് കണ്ടുപിടിക്കാൻ നമ്മളെ നോർമൽ ഇക്വേഷൻ ρg Q ഇൻറ്റു HL. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന കിട്ടും. റോ എന്ന് വെച്ചാൽ ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. G ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. Q കണ്ടുപിടിച്ചിട്ടുണ്ട്. HL ലോസ് ഓഫ് എനർജി അതും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത റോ G Q ഇൻറ്റു HL ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നിട്ടും പവർ ലോസ്റ്റ് ഇൻ ഹൈഡ്രോളിക് ജമ്പ് കിട്ടും. ഓക്കെ, അതിന് കിലോ വാട്ടിലോട്ട് കൺവേർട്ട് ചെയ്താൽ P is equal to 109.903 കിലോ വാട്ട്. പവർ ലോസ്റ്റ് ഇൻ ഹൈഡ്രോളിക് ജമ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ഡയറക്റ്റ് ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. എനർജി ലോസ് ആദ്യം കണ്ടുപിടിക്കുക ഇൻറ്റു റോ G ഇൻറ്റു Q. റോ G ഇൻറ്റു Q ഇൻറ്റു എനർജി ലോസ് കണ്ടുപിടിച്ചാൽ മതി. പവർ ലോസ് ഇൻ ഹൈഡ്രോളിക് ജമ്പ് കിട്ടി. Okay, with this class, the 5th module is completed.